ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിപ്പോൾ ഉള്ളതേ ഖത്തറിലാണ്. ഇവിടെ 2-3 ദിവസമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ എടുക്കണല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ, ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളാരും പുറത്തിറങ്ങാൻ പാടില്ല, അവരവരുടെ വീട്ടിൽ സേഫായിരുന്നിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് കാണുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലുസൈൽ ഏരിയ ഉണ്ടല്ലോ, ലുസൈൽ, പേൽ ഖത്തർ, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഇവിടുത്തെ ഓയിൽ ഫീൽഡ്, റിഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങൾ. ഈ ഏരിയയിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു മനുഷ്യനെന്ന് കാണാൻ പറ്റില്ല. ഈ ഒരു 3 ദിവസമായിട്ട് ഇവിടെ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ദിവസമായിട്ട് ഇവിടെ ഒരു മനുഷ്യനെ എനിക്ക് പുറത്തിടാൻ പറ്റില്ല. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര എന്താ പറയുക, പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഗവൺമെൻറ് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, പുറത്തിറങ്ങാതിരിക്കുക, കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. അതുപോലെ ഇപ്പോൾ റമദാൻ മാസം കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ഈ നോമ്പുതുറ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ പാടില്ല, പുറത്ത് പാടില്ല, കൂട്ടം കൂടി പാടില്ല എന്നൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, ഇവിടെ ഫുൾ അപ്പാർട്ട്മെൻറ്റുകളാണ്. പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റുള്ള ഒറ്റ വ്യക്തികൾ ഇപ്പോൾ ആ കാണുന്ന ഫുൾ അപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്നത് മൊത്തം അപ്പാർട്ട്മെൻറ്റാണ്, ഈ കാണുന്നത് മൊത്തം അപ്പാർട്ട്മെൻറ്റാണ്. ഇതിലൊന്നും ഒരു മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റില്ല, ഇപ്പോൾ പരിസരത്ത് കാണാൻ പറ്റില്ല. എല്ലാവരും വീടിനകത്താണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമം എന്താ പറയുക, നമ്മൾ പാലിക്കണം എന്നുള്ളത് ഒരു ഉദാഹരണമാണ്. ഈ സംഭവമൊക്കെ കണ്ട് പഠിക്കേണ്ടത്. അവിടെ ഒരെണ്ണം പോലും പ്രശ്നങ്ങളില്ലാഞ്ഞിട്ട് പോലും ഇവിടുത്തെ ആളുകളൊന്നും ഇവിടുന്ന് പുറത്തിറങ്ങിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും വീട്ടിലിരിക്കലും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു കാമൻ കോയിട്ടായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ദോഹ ജദീദിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവമില്ല. അവിടെ സകല ആൾക്കാരും പുറത്താണ്. അതിൻ്റെ വീഡിയോ ഞാൻ എന്നോട് കാണിച്ചു കേട്ടോ. നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിയോട്ടെ, ഇവിടെ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല, കംപ്ലീറ്റ് എംറ്റിയാണ്. ഈ ഭാഗം ഫുൾ എംറ്റിയാണ്, ഈ ഭാഗം ഫുൾ എംറ്റിയാണ്, ഒരാളില്ല, വണ്ടികൾ പോലും കുറവാണ്. ആകെ ഉള്ളത് കുറച്ച് തലാബാത്തുകാരുണ്ട്. തലാബാത്തുകാർ കറക്റ്റ് ഡെലിവറി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവും. തലാബാത്തിൻ്റെ ഡെലിവറി അവർ ടൈം ടു ടൈം അവരിവിടെ വന്നിട്ട് ചെയ്തു പോകുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റ് മൊത്തത്തിൽ ബിസിനസ്സൊക്കെ ഫുള്ള് പോക്കാം. ഈ കഫേകളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന കഫേ ഉണ്ടല്ലോ, ഈ കാണുന്ന കഫേയിലൊക്കെ അത്യാവശ്യം നല്ല പോലെ ഈ ഒരു ടൈമിൽ നൈറ്റ് അറബികളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ തീരെ ആളിലുണ്ടായി. ഈ കഫേ അതുപോലെ അവിടുത്തെ സെലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ മൊത്തത്തിൽ ബിസിനസ് ഭയങ്കര ഡൗൺ ആയി. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പുറത്തിറങ്ങില്ല, അതാണ് മെയിനായിട്ട് കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, ഈ കാണുന്ന എല്ലാ 4-5-6 ബിൽഡിങ്ങുകൾ മൊത്തം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ യൂറോപ്യൻസ് ഉണ്ടല്ലോ, യൂറോപ്യൻസ് ഉള്ള എല്ലാ ബിൽഡിങ്ങുകളുണ്ടല്ലോ, ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ യൂറോപ്യൻസ് ഒരുപാട് വന്നു പോകുന്ന സ്ഥലങ്ങളാണ്, ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകൾ ഇപ്പോൾ എയർപോർട്ട് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ കുറഞ്ഞു. അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലുകളും പൂട്ടിയിട്ടൊക്കെയാണ്, ആൾക്കാരില്ല. ആൾക്കാർ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഒരു 2 ദിവസം 3 ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ കൂടുതൽ. അപ്പം അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ നടക്കില്ല, കംപ്ലീറ്റ്ലി അത് കാരണം മൊത്തത്തിൽ ഡൗൺ ആയി. അവിടെ ഒരുപാട് എന്താ പറയുക, സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് എടുത്ത് താമസിക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി വന്നു പോകുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്ത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ കാണിച്ചു കേട്ടോ, നമ്മളിവിടുത്തെ അത്തൊരു കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളിതിൻ്റെ തൊട്ട് ബാക്കിൽ വെന്നമാളുണ്ട്. വെന്നമാളിൽ ഒരു മനുഷ്യല്ല. ഇവിടെ ആകെ ഈ കാണുന്ന 5-6 ബിൽഡിങ്ങുകൾ, ടവറുകൾ, അതുപോലെ ഈ ലുസൈൽ ഏരിയ മൊത്തം ഡിപ്പെൻഡ് ചെയ്യണത് ഈ ഒരു മാളിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ മാളിലൊന്നും ആൾക്കാരില്ല, തീരില്ല, ഭയങ്കര കുറവാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അതുപോലെ ഒരു മനുഷ്യല്ല ഇവിടെ, ഭയങ്കര മോശമാണ്. 2-3 ദിവസമായിട്ട് ഒരു ആൾ പുറത്തില്ല എന്നുള്ളതാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സംഭവം ഇവിടെ യുദ്ധം വന്നെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാരോട് പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോൾ
ഈ യൂറോപ്യൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഭയങ്കര അനുസരണമുള്ള ആൾക്കാരാണ്. ഇറങ്ങിയിരുന്നു പറഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. ഭയങ്കര സ്ഥലങ്ങളാണ്. നിങ്ങൾ അതിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പറഞ്ഞു തോന്നുന്നുണ്ട് ഇവരോട്. പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ പണ്ട് വാപ്പയമ്മൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, അതേപോലെ ഒരെണ്ണം പിന്നെ പുറത്ത് കാണാനല്ലേ. നോക്കി ഒരു മനുഷ്യല്ലേ ഇവിടെ കണ്ടതാ, ഒരൊറ്റാളില്ലേ. നമ്മൾ 2-3 ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പുറത്തിറങ്ങിയെന്ന് തന്നെ ഇവന്മാരെ ആൾ പുറത്തിറങ്ങില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഫ്ലൈറ്റ് എങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം ഇവിടെ നിന്ന് വണ്ടി എടുത്തോട് ഇവന്മാരായിരിക്കും. പിന്നെ ഇവന്മാരെ ഒരു പൊടി കിട്ടില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ. ബിൽഡിങ്ങിലൊക്കെ ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് അമേരിക്കൻസ് താമസിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പണിയെടുക്കാനും പേടിയാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ലല്ലോ. ഇവന്മാരോട് ഇതാണ് പ്രശ്നം. ഇവന്മാരോട് പുറത്തിറങ്ങേണ്ടതാണ്. ഇവന്മാർ പുറത്തിറങ്ങില്ല, ഭയങ്കര പേടിയാണ്. അനുസരണ കൂടുതലാണ്. ഈ അമേരിക്കക്കാർക്കൊക്കെ ഭയങ്കര അനുസരണ കൂടുതലാണ്. ഇറങ്ങിയിരുന്ന് തന്നെ ഇറങ്ങൂല. ഇതുണ്ട ഈ ഏരിയയിലൊന്നും ഒരാളില്ല, വണ്ടികളൊന്നുമില്ല, ഒരൊറ്റ വണ്ടികളില്ല. വേണ്ട, കംപ്ലീറ്റ് എംറ്റിയാണ്. സ്ഥലത്തൊരു വണ്ടിയില്ല. ഇന്നിവിടെ നല്ല മഴക്കാലാവസ്ഥ ഉണ്ടാവും, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം സമയം വന്നിട്ട് 3:45 ടൈമിൽ ഇവിടുത്തെ അവസ്ഥ കാണുന്നുണ്ടാവും. ഒരു വണ്ടി പോലും ഇല്ല ഇവിടെ. മുമ്പൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. മുമ്പൊക്കെ അത്യാവശ്യം ഭയങ്കര റഷുള്ളൊരു റോഡാണിത്. ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കാർ ഒരുപാട് വന്നു പോണ സ്ഥലം. നല്ല മഴ പെയ്യാനുള്ള സാധ്യത കേട്ടോ. അന്ന് നല്ല മഴക്കാറുണ്ട്, നല്ല കാർമയൊക്കെ നല്ല പോലെ കൂടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോഴത്തെ ഖത്തറിലത്തെ പ്രസൻറ്റ് സിറ്റുവേഷനാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഒരൊറ്റ ആൾ പുറത്തില്ല, എല്ലാവരും വർക്ക് ഫ്രം ഹോമാണ്. അല്ലാണ്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, യുദ്ധഭീതിയും കാര്യങ്ങളൊന്നുമില്ല, ആരുമില്ല, റോട്ടിലാരുമില്ല, ഫുൾ എംറ്റിയാണ്. 3 മണി 3:45 ടൈമിലത്തെ അവസ്ഥ നീ കാണുന്നത്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു പ്ലേസാണത്, വെന്നമ്മാളിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കി നോക്കി, വൈകിട്ടൊരു 3:45 4 മണി ടൈമിലത്തെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കഫേകൾ പോലും ആൾക്കാരില്ലാണ്ട് അടച്ചിട്ട് കിടക്കുക. ഈ കാണുന്ന ബീച്ചുകളിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. ശരിക്കും റമദാൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സീസണാണ്. ആൾക്കാർക്ക് ഉച്ചവരെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വളരെ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നൊരു സമയമായിരുന്നു. ഈ ഒരു യുദ്ധത്തിൻ്റെ ഈ ഒരു പ്രശ്നം വന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ ആൾക്കാരും പുറത്തില്ല, പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു സിറ്റുവേഷനായി. ഇപ്പോൾ അതാണ് അവസ്ഥ. മൊത്തത്തിൽ ഉണ്ടാവും, ആളനക്കില്ലാത്തൊരു ഏരിയ ആയിട്ട് മാറി. പക്ഷെ നിങ്ങൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. തലാബാത്ത് വഴി നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഈ കാണുന്ന ടവറുകൾക്കെല്ലാം ആളുകൾ തലാബാത്ത് വഴി ഫുഡ് വരുന്നുണ്ട്. തലാബാത്ത് ആണ് കൂടുതലായിട്ട് കാണുന്നത്. സ്നൂൻ്റെ ഒക്കെ ആപ്പൊക്കെ വളരെ കുറവാണ്. അവർ ഡെലിവറി ഈ ഏരിയക്കൊന്നും അധികം കണ്ടിട്ടില്ല. ഈ ഒരു 2 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ കണ്ടിടത്തോളം വെച്ചിട്ട് തലാബാത്തുകാരാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യണത്. നോമ്പ് തുറ പ്രമാണിച്ചിട്ടുള്ള ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവരാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവിടെ ഈ ഒരു ടൈം ഇത്രയും ഈ ഒരു സിറ്റുവേഷന് കവർ ചെയ്ത് പോകാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ ആൾക്കാരില്ലാണ്ടായി കഴിഞ്ഞാണ്ടല്ലോ, ഒരു 3 to 4 ഡേയ്സ് ആ ഏരിയയിൽ ഇപ്പം നമ്മളെ മൊത്തത്തിൽ ആളുകളില്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, സൗണ്ട് പൊല്യൂഷൻ ഇല്ല, പിന്നെ വണ്ടികളെ സൗണ്ട് കാര്യങ്ങളില്ല, വണ്ടികളെ പൊടിയുടെ പ്രശ്നങ്ങളില്ല. എവിടെയെങ്കിലും ഒരു ചപ്പ് ചോറ് കാര്യങ്ങൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടെന്ന് നോക്കിയാൽ അങ്ങനെ ഒരു സംഭവമില്ല. സത്യത്തിൽ ഒരു എന്താ പറയുക, ഇതുപോലൊരു ലോക്ക്ഡൗൺ ഒക്കെ വരികയെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കൊറോണ ടൈമിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനോടെ കണ്ടിട്ടുള്ളത്.
മനുഷ്യന്മാരാരും പുറത്തില്ലാണ്ട് ഫുൾ അടച്ചു പൂട്ടി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞൊരു ലോക്ക്ഡൗൺ കൊറോണ ടൈമിലാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഖത്തറിൽ ഇതുപോലെ ഈ ഒരു സിറ്റുവേഷൻ കാണുന്നത്. ആൾക്കാർ ആരും ഇല്ലാണ്ട്, പുറത്തൊന്നും ഇല്ലാണ്ട്, ഒരു കടലാസിൻ്റെ ഒരു കഷ്ണം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. പുറത്ത് കച്ചറയിടാൻ പോലും ഒരാളില്ല എന്നുള്ളതാണ്. ഈ വണ്ടിയൊക്കെ കിടക്കുന്നതൊക്കെ അപൂർവങ്ങളിൽ ആരെങ്കിലൊക്കെ വന്നാൽ വന്ന് അതുപോലെ കിടക്കുന്നതാണല്ലോ. അതുപോലെ ഈ കാണുന്ന ട്രോളി ഉണ്ടല്ലോ, ഈ ട്രോളി ഒരു 3 ദിവസം മുമ്പ് ഇവിടെ കിടക്കുന്ന കേട്ടോ. 2 ദിവസത്തോളം, 2 ദിവസം 3 ദിവസമായി ട്രോളി ഇവിടെ കിടക്കുന്നത്. ആരോ ഇതുപോലെ പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അതൊന്നും സാധാരണ ഇങ്ങനെ കാണാറില്ല. ഇങ്ങനെ വരുന്നതൊക്കെ എടുത്ത് കൊണ്ടുപോകലാണ് പതിവ്. അതൊന്നും കൊണ്ടുപോകാൻ പോലെ ആരുമില്ല. ഫുള്ള് കാലിയൊക്കെ എടുക്കുന്ന ഒരു പ്ലേസ്. ഈ കാണുന്ന കഫേ ഉണ്ടല്ലോ, ഈ കാണുന്ന കഫേയിൽ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു കഫേയാണത്. രാത്രി സമയങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് അവിടെയൊക്കെ. ഇപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൊറോണ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ലോക്ക്ഡൗൺ ടൈമിൽ എന്തായിരുന്നു അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. നമ്മൾ വെൻ്റമാൾ ഉണ്ടല്ലോ, ലുസൈൽ മറീന, ആ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ടുണ്ടല്ലോ, ട്രാഫിക് എന്ന് പറഞ്ഞ സംഭവമില്ല. വളരെ കുറവ് വണ്ടികൾ മാത്രമേ റൂട്ടിലുള്ളൂ. നമുക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ സുഖമാണ്, കാരണം വണ്ടികൾ വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്ന അത്ര വണ്ടികൾ മാത്രമേ ഇപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ടാവുള്ളൂ. അതും ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വളരെ തുച്ഛ വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്നല്ലായിരുന്നു 2-3 ദിവസം മുമ്പ് ഈ ഏരിയ